നിലപാടുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ചേലക്കര എംഎൽഎ UR പ്രദീപ്. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രാതിനിധ്യ പോരാട്ട വാഹന പ്രചാരണ ജാഥ തിരുവല്ലാമലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. വന്ന ആവശ്യങ്ങളിൽ പരമാവധി അതിലൊരു നിലപാട് സ്വീകരിച്ചു പോകണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലപാടുള്ള വ്യക്തിയായതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന കാര്യങ്ങളെല്ലാം പരിഗണിച്ചു. ഞാൻ തന്നെ മണ്ഡലത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ കൊടുത്തു മറന്നുപോയ കാര്യങ്ങൾ പോലും കത്തായും അറിയിപ്പായി വരുന്നതാണ്. നമുക്ക് പോലും അറിയുന്നത് ഫോളോ അപ്പ് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. OEC വരുമാന പരിധി 15 ലക്ഷമാക്കി ഉയർത്തുക, EWS സാർവത്രികമാക്കുക, ക്രിമിലിയർ അറബിക്കടലിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി നിയമസഭയിലേക്ക് പ്രാതിനിധ്യ പോരാട്ട യാത്ര സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 25-26 തീയതികളിലായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ജയറാം ജാഥ ക്യാപ്റ്റനായി തൃശൂർ ജില്ലയിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ രണ്ടാം ദിനം തിരുവല്ലാമലയിൽ ചേലക്കര എംഎൽഎ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ തന്നെ മണ്ഡലത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ കൊടുത്തു മറന്നുപോയ കാര്യങ്ങൾ പോലും കത്തായും അറിയിപ്പായി വരുന്നതാണ്. നമുക്ക് പോലും അറിയുന്നത് ഫോളോ അപ്പ് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഏതായാലും ആ കാര്യത്തിന് മുകളിൽ ഞാൻ മുൻകൂട്ടി വിഷയങ്ങൾ പഠിച്ചെടുക്കാത്തതുകൊണ്ടെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊടുത്ത കാര്യങ്ങൾ എത്രത്തോളം അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെണ്ണമായിരിക്കണം എന്നിപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പ്രഖ്യാപിക്കാൻ പറ്റാത്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ അന്വേഷിച്ച് ഞാൻ വേണമെങ്കിൽ വിവരം പറയാം. പക്ഷെ ഇവിടെ നാടിൻ്റെ ഒരു മാറ്റവും മുമ്പോട്ട് പോക്കും പൊതുവായി ഈ കേരളത്തിലെ എല്ലാ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അഖില കേരള എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖാ പ്രസിഡന്റ് അയ്യപ്പൻ എഴുത്തച്ഛൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ മേപ്പിള്ളി വിശദീകരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ രാജൻ, അനിൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ധന്യ രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ കൊറ്റുവീട്ടിൽ, മുരളി ആര്യമ്പാടത്ത്, പ്രഭാകരൻ, അയ്യപ്പൻ, അച്യുതൻകുട്ടി, അമ്പിളി, സൗമ്യ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പണിയാർക്കോട് ശാഖാ പ്രസിഡന്റ് മിഥുൻ മുരളി സ്വാഗതവും മനോജ് നന്ദിയും പറഞ്ഞു.